കുട്ടികൾക്കായുള്ള പരിപാടി. സന്തോഷത്തിൻ്റെ ഒരു വാതിലടയുമ്പോൾ മറ്റൊന്ന് തുറക്കുന്നു. എന്നാൽ ഇടയ്ക്കിടെ നാം അടഞ്ഞ വാതിലിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണെങ്കിൽ നമുക്കായി തുറന്നു കിടക്കുന്ന വാതിലുകൾ നാം കാണാതെ പോകും. പ്രശസ്ത അമേരിക്കൻ എഴുത്തുകാരിയും സാമൂഹിക പ്രവർത്തകയുമായ ഹെലൻ കെല്ലറിൻ്റെ വാക്കുകളാണിവ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും അങ്കണത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ അങ്കണത്തിൽ സൗമ്യ സുമേഷ് അവതരിപ്പിക്കുന്ന ലളിതഗാനം, കവിത, കഥ, ജയശ്രീ മാമലക്കണ്ടം എഴുതിയ കഥ എന്നിവ കേൾക്കാം. ആദ്യം സൗമ്യ സുമേഷ് ആലപിക്കുന്ന ലളിതഗാനം. ഇന്ദ്രനീലത്തിനോടെന്തുകൊണ്ടോ പണ്ടു തൊട്ടേ എനിക്കിഷ്ടം, കണ്ണൻ്റെ മൂക്കിൽ വർണ്ണമാകയാലോ നിന്റെ കണ്ണിൻ്റെ മണിവർണ്ണമാകയാലോ. ഇന്ദ്രനീലത്തിനോടെന്തുകൊണ്ടോ പണ്ടു തൊട്ടേ എനിക്കിഷ്ടം, കണ്ണൻ്റെ മൂക്കിൽ വർണ്ണമാകയാലോ നിന്റെ കണ്ണിൻ്റെ മണിവർണ്ണമാകയാലോ. വർഷമയൂരങ്ങൾ പീലി നീർത്താടുന്ന വർണ്ണം, ഹർഷം തുളുമ്പും മനസ്സിലെ സ്വപ്നത്തിൻ വർണ്ണം. വർഷമയൂരങ്ങൾ പീലി നീർത്താടുന്ന വർണ്ണം, ഹർഷം തുളുമ്പും മനസ്സിലെ സ്വപ്നത്തിൻ വർണ്ണം. ആഴിതൻ വർണ്ണം ആകാശവർണ്ണം, ആത്മാവ് പൂക്കും കടമ്പിൻ്റെ വർണ്ണം. ആഴിതൻ വർണ്ണം ആകാശവർണ്ണം, ആത്മാവ് പൂക്കും കടമ്പിൻ്റെ വർണ്ണം. ഇന്ദ്രനീലത്തിനോടെന്തുകൊണ്ടോ പണ്ടു തൊട്ടേ എനിക്കിഷ്ടം, കണ്ണൻ്റെ മൂക്കിൽ വർണ്ണമാകയാലോ നിന്റെ കണ്ണിൻ്റെ മണിവർണ്ണമാകയാലോ. ദൂരതമാല വനങ്ങൾ തൻ സാന്ദ്രമം വർണ്ണം, ചാരവരോചന കുറി തൊട്ട പുണ്യത്തിൻ വർണ്ണം. ദൂരതമാല വനങ്ങൾ തൻ സാന്ദ്രമം വർണ്ണം, ചാരവരോചന കുറി തൊട്ട പുണ്യത്തിൻ വർണ്ണം. കാളിന്തി വർണ്ണം കായാമ്പുവർണ്ണം, ഗോപികാ പുണ്യം പുണരുന്ന വർണ്ണം. കാളിന്തി വർണ്ണം കായാമ്പുവർണ്ണം, ഗോപികാ പുണ്യം പുണരുന്ന വർണ്ണം. ഇന്ദ്രനീലത്തിനോടെന്തുകൊണ്ടോ പണ്ടു തൊട്ടേ എനിക്കിഷ്ടം, കണ്ണൻ്റെ മൂക്കിൽ വർണ്ണമാകയാലോ നിന്റെ കണ്ണിൻ്റെ മണിവർണ്ണമാകയാലോ. ഇന്ദ്രനീലത്തിനോടെന്തുകൊണ്ടോ പണ്ടു തൊട്ടേ എനിക്കിഷ്ടം, കണ്ണൻ്റെ മൂക്കിൽ വർണ്ണമാകയാലോ നിന്റെ കണ്ണിൻ്റെ മണിവർണ്ണമാകയാലോ. അടുത്തതായി ജയശ്രീ മാമലക്കണ്ടം എഴുതിയ കഥ കേൾക്കാം. ഈ കഥ അവതരിപ്പിക്കുന്നത് അനില CS. സോൾജിയർ. പുറത്ത് മഞ്ഞു പെയ്യുന്നത് മിൻസിയെ കാണുന്നുണ്ടായിരുന്നു. നൊമ്പരങ്ങളുടെ മേച്ചിൽപ്പുറത്തേക്കാണ് അയാൾ വീണ്ടും കുതിരയെ പാറിച്ചെത്തുന്നത്. ഓക്കുമരങ്ങൾ പൂത്ത ഒരു ശൈത്യത്തിലാണ് അയാൾ ആദ്യമായി വന്നത്. ശത്രു സൈന്യത്തിൻ്റെ തേരാളി കസാക്ക്.
ഓർമ്മകളിൽ ഭീതിയുടെ രക്തത്തുള്ളികളെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ടാണ് അയാളുടെ വരവ്. ഒരിക്കൽ വന്ന് എല്ലാം കൊത്തിപ്പറന്നവനാണ്. മിൻസിയായുടെ സ്വർണ്ണ കണ്ണുകൾക്ക് വിലപേശി ഹൃദയത്തിലേക്ക് കടന്നുകയറിയ കസാക്ക്. നനഞ്ഞുകിടന്ന പുൽമേട്ടിൽ വെച്ച് ഇറുകിയ കുപ്പായക്കുടുക്കുകൾ പൊട്ടിച്ച് മിൻസിയായുടെ ഹൃദയവുമായി ഒളിച്ചോടിയ പട്ടാളക്കാരൻ. ഈ നനഞ്ഞുകുതിർന്ന കാശ്മീർ താഴ്വരകളിൽ എവിടെയോ നിന്നയാൾ വീണ്ടും മന്ത്രിക്കുന്നു. ആ കുതിരക്കുളമ്പടി ഏകാന്തതകളിൽ വെടിയൊച്ചകളായി കാതുകളോടടുക്കുന്നു. പരിശുദ്ധ പ്രേമത്തിൻ്റെ നാനാർത്ഥങ്ങൾ വിളമ്പാൻ, ഒരിക്കൽ കൂടി തൻ്റേതാകണമെന്ന് യാചിക്കുവാൻ. ഇടവേള സമ്മാനിച്ച തന്നിലെ സ്വരാജ്യസ്നേഹിയെ ഇനി മറ്റൊരു വികാരത്തിനും വിട്ടുകൊടുക്കാനാകില്ല. പൂക്കൾ വീണു നിറഞ്ഞ റോഡിലൂടെ ആ ഒറ്റയാൾ പട്ടാള കുതിര ഓടി വരുന്നു. അത് ലക്ഷ്യത്തിലെത്തിയ മട്ട് മിൻസിയയ്ക്കരികിൽ നിന്നു. അയൽ രാജ്യക്കാരുടെ മനുഷ്യത്വം മരവിച്ച തീയുണ്ടകൾ നക്കിക്കവർന്ന നാടിൻ്റെ മടിത്തട്ടിൽ ശാന്തിയുടെ തെളിനീരൊഴുക്കണം. മിൻസി അവളൊരു മാർബിൾ പ്രതിമയാണെന്ന് അയാൾ ഊഹിച്ചു. മാപ്പർഹിക്കാത്ത തെറ്റുകളെ വിസ്താരത്തിലേക്ക് വലിച്ചിഴയ്ക്കുകയല്ല തൻ്റെ ഈ വരവുകൊണ്ട്. അയാളുടെ സംസാരം കുതിരക്കുളമ്പടി പോലെ ഉച്ചത്തിലായി. ഏതോ ദിക്കിലേക്ക് മാഞ്ഞു. ബംഗാളി കഥ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർക്കാനുള്ള ആവേശമുണ്ടായിരുന്നു അയാളുടെ ചുണ്ടിൽ. ഇനിയും ഈ താഴ്വരയിൽ താങ്കൾ എന്താണ് പരതുന്നത്? ഒരു പട്ടാളക്കാരൻ്റെ പരിമിതി തുറന്നു കാണിക്കാൻ, നിന്റെ ഉള്ളിലെ 8 വർഷത്തെ തീയണയ്ക്കാൻ നോക്ക്. ഞാൻ മേലുദ്യോഗസ്ഥരുടെ ആജ്ഞാനുവർത്തി മാത്രമാണ്. വാടകമുഖമാണ് ഇപ്പോഴും കസാക്കിന്. കാശ്മീർ താഴ്വരകളിലൂടെ ചിലച്ചു പാറി നടന്നൊരു വാനമ്പാടിയായിരുന്നല്ലോ താൻ. കഴിയാത്ത നഷ്ടക്കയത്തിലേക്ക് എത്താനാണ് നിങ്ങൾ പറയുന്നത്. ഇവിടുത്തെ 17 കഴിഞ്ഞ കുങ്കുമപ്പൂക്കളിലെ മധു തേടിയാണ് കസാക്കിൻ്റെ ഈ 2ാം വരവ്. കരിമരുന്നു മണക്കുന്ന താഴ്വരയിലെ കാറ്റിന് ചവിട്ടിമതിക്കപ്പെട്ട പ്രതീക്ഷകളുടെ മർമ്മരം കൂടിയുണ്ട്. മനുഷ്യവേദനയ്ക്ക് മുന്നിൽ നിന്ന് അട്ടഹസിക്കുന്ന രാക്ഷസനാണ് കസാക്ക്. മിൻസിയെ പറഞ്ഞു തീരും വരെ അയാൾ ക്ഷമിക്കുകയായിരുന്നു. മിൻസിയ, ഈ നാട് നമ്മുടേതല്ല. അതിർത്തിയിലെ മുള്ളുവേലികളും മണൽച്ചാക്കുകളും അടുത്തു വരികയാണ്. ഒരു സോൾജിയർക്കു തൻ്റെ കടമകളിൽ നിന്നും ഒളിച്ചോടാൻ പറ്റില്ല. കണ്ടു കൊതി തീരും മുമ്പേ മൺമറയേണ്ടി വന്നവരുടെ കല്ലറകൾക്കു നേരെ ഉന്നം പിടിക്കുന്നവനാണ് തൻ്റെ പിന്നിലെ കസാക്ക്. എനിക്ക് ഒരവസരം കൂടി തരൂ മിൻസിയ. ഉരുകിത്തീരാത്ത മഞ്ഞുമലകളാണ് നാട്ടിലെ ഓരോ കണ്ണുകളും. ശത്രുപക്ഷത്തിൻ്റെ വെടിയുണ്ടകളാണ് നാടിൻ്റെ സിരകളിലൂടെ പായുന്നത്. എൻ്റെ ധാരണകളെ മാത്രമല്ല കസാക്ക് നീ മോഷ്ടിച്ചത്, പരാഗം കൊതിച്ചു നിന്ന എന്നിലെ സർവസ്വവുമാണ്. ഇടവഴിയിൽ നീ തന്നിട്ടു പോയ പ്രതീക്ഷകളുമായി 8 വർഷം. ബ്രൂട്ട് തൻ്റെ മകളെ വിചാരണക്കൂട്ടിൽ നിർത്തിയിരിക്കുകയായിരുന്നു. തെറ്റിനുള്ള പ്രായച്ചിത്തം. ബ്രൂട്ട്, നീ ക്ഷമിക്കണം. മിൻസിയെ മനഃപൂർവ്വമായിരുന്നില്ല. എന്നിട്ടും ഈ നാട്ടിലേക്ക് എനിക്ക് വെടിയുണ്ടകളെ പായിക്കേണ്ടി വന്നു. പക്ഷേ കസാക്ക്, നീ കമാൻഡിംഗ് ഓർഡർ ശരിവെച്ച് സമാധാനത്തിൻ്റെ നെറുകയിലേക്ക് ബോധപൂർവം നിറയൊഴിക്കുകയായിരുന്നു. ഒലിവുമലയിൽ പൂത്തിറങ്ങിയ സൂര്യകാന്തി പോലെയും ഓക്കുമരങ്ങളിൽ പെയ്തു പുതഞ്ഞ മഞ്ഞുപോലെയും നിരത്തുകളിൽ വീണു നിറഞ്ഞ റോസാപ്പൂക്കൾ പോലെയും ശുദ്ധമായിരുന്നു തൻ്റെ മകളെന്ന് ബ്രൂട്ട് പറഞ്ഞു. പപ്പ, അയാൾക്കൊന്നിനും മറുപടി ഉണ്ടാവില്ല. ക്ഷമിക്കുമെങ്കിൽ ഒരു മടക്കയാത്ര വേണ്ടെന്ന് വയ്ക്കാം. കസാക്ക് കർത്തവ്യത്തിൽ നിന്നും ഒളിച്ചോടുന്നത് ശരിയല്ല. ഭംഗിയും സൗന്ദര്യവും സുഗന്ധവും സമ്മേളിച്ച് നിന്നിരുന്ന മനോഹരമായൊരു പുഷ്പമായിരുന്നില്ലേ ഞാൻ? ആ പൂവ് നിഷ്കരുണം പറിച്ച് ആസ്വദിച്ച ശേഷം നിലത്തെറിഞ്ഞുടച്ച നിങ്ങൾ മാപ്പിനർഹനാണോ? ഒലിവുമലയിലെ രാപ്പകലുകൾ അയാളെ വന്നു വലം വെച്ചു. കാലുകൾ മേയുന്ന താഴ്വരയിൽ താനും മിൻസിയായും നെയ്തുകൂട്ടിയ വികൃതികൾ. 7 വർഷം. അവളിപ്പോൾ നല്ലൊരു മാലാഖ. പട്ടാളക്കാരൻ്റെ മുഖം മറച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ നാട്ടിലെത്തിയത്. പുതച്ചിരുന്ന പുതപ്പ് കുടഞ്ഞു മാറ്റിക്കൊണ്ടായിരുന്നു കസാക്ക് സംസാരിച്ചു തുടങ്ങിയത്. നഷ്ടമായ കൈകൾ, നരച്ചു ചെമ്പിച്ച താടിരോമങ്ങൾക്ക് മുകളിലൂടെ കൈത്തണ്ടയോടിച്ചുകൊണ്ട് ബ്രൂട്ട് തൻ്റെ ഇന്നലകളെക്കുറിച്ച് വിലപിച്ചു. കാണുന്നില്ലേ നിന്റെ വർഗം എനിക്കു നൽകിയ സമ്മാനം? ദുരൂഹതയുടെ ചരുവിലേക്ക് ബ്രൂട്ടും മകളും തന്നെ വലിച്ചിഴയ്ക്കുകയാണെന്ന് കസാക്കിന് തോന്നി. ഒന്നു മാത്രം എനിക്കറിയണം മൻസിയ, നിന്നിൽ വിരിഞ്ഞ പൂവ് അതെവിടെയാണ്? ഒരു സോൾജിയറായിട്ടല്ല ഞാനിപ്പോൾ നിന്റെ അടുത്തു നിൽക്കുന്നത്. ആ പഴയ നിന്റെ കസാക്കാണ്. ഒലിവുമലയ്ക്കപ്പുറത്തെ കുരിശുപള്ളിയിലെ ഒട്ടുമണി ചിലച്ചു. മൈതാന സെമിത്തേരിയുടെ ഒരു മൂലയിൽ തൻ്റെ ജിക്കുമോനും അന്ത്യവിശ്രമത്തിൽ. പ്രതിക്കൂട്ടിൽ മിൻസിയ വാക്കുകൾ കിട്ടാതെ വിഷമിച്ചു. കസാക്ക്, നിന്റെ പ്രിയ മകൻ ഒലിവു കല്ലറയിൽ ഒരു പിടി മണ്ണായി കഴിഞ്ഞു. ജിക്കു,
അവൻ ധീരതയുടെ കളിത്തോഴനായിരുന്നു. ഇന്നിപ്പോൾ ഈ മാറിലേക്ക് വരുന്ന വെടിയുണ്ടകൾ ലക്ഷ്യം തെറ്റിപ്പോകുകയാണ്. ആർക്കുമാർക്കും സ്വന്തമല്ലാത്ത ഈ ഭൂമിക്കു വേണ്ടിയുള്ള യുദ്ധം അതൊന്ന് അവസാനിപ്പിച്ചുകൂടെ? നീ നൽകിയ കമാൻഡ് ഓർഡറാണ് ഒരിക്കൽ നിന്റെ മകനെയും തട്ടിയെടുത്തത്. ഇനിയും മിൻസിയ തന്നോടൊത്തു വരണം അല്ലേ? കസാക്കിന് ഉത്തരം മുട്ടി. കസാക്ക്, കഴിയുമെങ്കിൽ എന്നെയും മകളെയും ജിക്കുവിൻ്റെ അരികിലേക്ക് അയക്കുമോ? ബ്രൂട്ട്, ഞാൻ പാപിയാണ്. ജിക്കുവിൻ്റെ മുഖം നമ്മളിൽ ആരെപ്പോലെയായിരുന്നു. നഷ്ടപ്പെടുന്ന ജീവൻ്റെ വിലയറിയാത്ത ശത്രു സൈന്യത്തിൻ്റെ സാരഥിയായി ഇനി ഞാനില്ല. എൻ്റെ ജിക്കുവിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ഞാൻ ഒരു പുതിയ മനുഷ്യനാകുന്നു. അങ്കണത്തിലിനി ശ്രീ ONV കുറുപ്പിൻ്റെ മുത്തച്ഛൻ എന്ന കവിത കേൾക്കാം. സൗമ്യ സുമേഷ് ആലപിക്കുന്നു. മുത്തച്ഛൻ. എവിടേക്കു പോകുവാൻ മുത്തച്ഛൻ നമ്മെ വിട്ടെവിടേക്കു പോവാനാ നല്ലയുണ്ണി? ഇവിടെ ഈ ഉമ്മറത്തില്ലെങ്കിലും ഇവിടെവിടെയോ നിന്നെന്തോ ചെയ്യുകയാവാം. വെറുതെ ഇരിക്കുവാൻ മുത്തച്ഛനാവില്ലെന്നറിയില്ലേ? പണിയൊന്നും ചെയ്തിടാതെ കലവറയിലുണ്ടാവാം ഉണ്ണിക്കായി കരുതിയ കദളിക്കുലയുടെ പാകം നോക്കാൻ. ഇനി വരും ഓണത്തിനെല്ലാരും എത്തുമ്പോൾ ഇളവനും വെള്ളരിയുമൊക്കെ വേണ്ടേ? എവിടേക്കു പോകുവാൻ മുത്തച്ഛൻ നമ്മെ വിട്ടെവിടേക്കു പോവാനാ നല്ലയുണ്ണി? തൊടിയിലെങ്ങാനും പോയി നിൽക്കയാവാം വീണ പടവലത്തിൻ പന്തൽ നേരെയാക്കാൻ. കലികൊണ്ട കാറ്റത്തൊടിഞ്ഞു വീഴാറായ കദളിത്തൈ വാഴയ്ക്കൊരൂന്നു നൽകാൻ. ചെറുനെല്ലിൻ കുറുമണി കതിർ കൊയ്യാറായോ എന്നറിയുവാൻ പാടത്തു പോയതാവാം. പറയാറില്ലേ എന്നും മുത്തച്ഛനെല്ലാവർക്കും ചെറുനെല്ലരിച്ചോറാണേറെ ഇഷ്ടം. എവിടേക്കു പോകുവാൻ മുത്തച്ഛൻ നമ്മെ വിട്ടെവിടേക്കു പോവാനാ നല്ലയുണ്ണി? അവിടെ കിഴക്കേ തൊടിയിൽ തൊഴുത്തിൻ്റെ അരികിലെങ്ങാനും പോയി നിൽക്കയാവാം. നിറവയറായി നിൽക്കുന്ന നമ്മുടെ പൂവാലിക്കൊരു പിടി വൈക്കോൽ തൻ കയ്യാൽ നൽകാം. എവിടേക്കു പോകുവാൻ മുത്തച്ഛൻ നമ്മെ വിട്ടെവിടേക്കു പോവാനാ നല്ലയുണ്ണി? പകലന്തിയാം വരെ തൊടിയിലും പാടത്തും പണി ചെയ്യുമോരത്തു നിൽക്കയാവാം. ഒടുവിലെ കിളിവാലൻ മാങ്ങയുമുണ്ണിക്കായി തിരയുവാൻ മാഞ്ചോട്ടിൽ തന്നെയാവാം. മഴ പെയ്തു പുഴ കുത്തി ഒഴുകുന്നതു കാണാൻ പുഴയോരത്തെങ്ങോ പോയി നിൽക്കയാവാം. ഒരു മീനിനെ കൊത്തിപ്പാറുന്ന പൊന്മയെ വെറുതെ ശകാരിച്ചു നിൽക്കയാവാം. എവിടേക്കു പോകുവാൻ മുത്തച്ഛൻ നമ്മെ വിട്ടെവിടേക്കു പോവാനാ നല്ലയുണ്ണി? ഒരു കൊച്ചരിപ്രാവു മുറ്റത്തു വന്നാലോ അരിമണി വിതറുന്ന മേളമല്ലേ? അരികിൽ നിന്നാരെ കരയുന്നു മുത്തച്ഛൻ നറിയേണ്ട വെറുതെ കരഞ്ഞു പോയാൽ. എവിടേക്കു പോകുവാൻ മുത്തച്ഛൻ നമ്മെ വിട്ടെവിടേക്കു പോവാനാ നല്ലയുണ്ണി? ഒരു നാളുമുണ്ണിയെ കരയിച്ചു മുത്തച്ഛനൊരിടത്തു പോകുവാനാവില്ലല്ലോ. ഒരു നാളുമുണ്ണിയെ
കരയിച്ചു മുത്തച്ഛനൊരിടത്തു പോകുവാൻ നാവില്ലല്ലോ. എവിടേക്കു പോകുവാൻ മുത്തച്ഛൻ നമ്മെ വിട്ടെവിടേക്കു പോവാനാ നല്ലയുണ്ണി. അടുത്തതായി ഒരു കവിത കൂടി കേൾക്കാം. ജയശ്രീ മാമലക്കണ്ടം എഴുതിയ കവിത അനില CS അവതരിപ്പിക്കുന്നു. മഴയും അവനും. മഴ, കൊടും മഴ. ജാലകാഴികളിൽ മുഖം ചേർത്തു നിന്നു ഞാൻ. ദാഹമെൻ സിരകളിൽ ബാല്യത്തിലേക്കൊന്നിറങ്ങിയിടുവാൻ. കൗതുകത്തോടി മഴശ്ശേലു കാണുവാൻ. അമ്മയോടൊത്തു കെഞ്ചി കടലാസു തോണിയൊന്നൊപ്പിച്ചിടാൻ. ആലിപ്പഴങ്ങൾ വീണുപോയാൽ അച്ഛനറിയാതെ ആർത്തുവാരാൻ. തോരും മഴയത്തൊരൊട്ടമോടി. അച്ഛനറിയാതെ ആർത്തുവാരാൻ തോരും മഴയത്തൊരൊട്ടമോടി. കലികൊള്ളുമാറിൻ്റെ തീരം വരെ ആമ്പൽപ്പൂവെങ്ങാൻ പൊട്ടി വന്നാൽ ആരും കാണാതെ സ്വന്തമാക്കാൻ അതിലൊന്നമ്മുവിനേകിയെന്നാൽ തരുമെനിക്കൊരു മയിൽപ്പീലിയും മഷിത്തണ്ടുമെല്ലാം. പിഞ്ചിപ്പഴകിയെന്നോർമ്മയിലാ ഓമൽക്കാലം. മുന്നിൽ മകനതു ഹോമിക്കുന്നു. അവനീ മഴയെ പുച്ഛമാണ്. അതിലേറെ മൃത്യുവിൻ കൈവഴിയെന്നാണവൻ. സൗഹൃദ സല്ലാപമില്ലവന്. ടിവിയും ക്രിക്കറ്റും അവനേറെ ഇഷ്ടം. ബാല്യത്തിൻ വീരകഥകളൊന്നും കാത്തുവെക്കുന്ന ഇല്ലവന്. ബാല്യത്തിൻ വീരകഥകളൊന്നും കാത്തുവെക്കുന്നില്ലവന്. പേരക്കിടാങ്ങളോടോതിയിടുവാൻ അവനീ ഋതുവിൻ്റെ പുത്രൻ. കമ്പ്യൂട്ടർ ഗെയിമിന്നവൻ്റെ തോഴി. അങ്കണത്തിലിനി സൗമ്യ സുമേഷ് എഴുതി അവതരിപ്പിക്കുന്ന ഒരു ചെറുകഥ കേൾക്കാം. ഒറ്റയ്ക്ക് ഒരു വിജയി. അതിരാവിലെ 4 മണിക്ക് മേരി ഉണർന്നു. തിരക്ക് പിടിച്ച് വീട്ടിലെ ജോലികളെല്ലാം തീർക്കണം. ഈ തിരക്ക് തീർന്നാൽ പിന്നീട് വലിയ തിരക്കിലാണ് ആരംഭം. ജീവിതം തന്നെ അതാണ് പഠിപ്പിച്ചത്. ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കടന്നു വന്ന വഴിയിലെ അനുഭവങ്ങൾ ഒരു വേദനയായി കണ്ണു നിറയ്ക്കാറുണ്ട്. ഒരു സാധാരണ കുടുംബത്തിലെ മൂത്ത മകളായിരുന്നു മേരി. വിവാഹം കഴിഞ്ഞ നാൾ തോമസ് വലിയ പ്രശ്നക്കാരനായിരുന്നില്ല. പിന്നീട് 2 മക്കൾ ജനിച്ച ശേഷം പുതിയ കൂട്ടുകെട്ടുകളും വീട്ടിൽ മദ്യക്കുപ്പികളും നിറഞ്ഞു. എല്ലാ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിവായി. കൂടാതെ മേരിയെ ഉപദ്രവിക്കാനും തുടങ്ങി. വർഷങ്ങളായി ഇത് തുടർന്നു. ഇനി ഇത് സഹിക്കാൻ കഴിയില്ല എന്ന് മേരി മനസ്സിൽ ഉറപ്പിച്ചു. അടുക്കളയിൽ അടിച്ചമർത്തപ്പെട്ട മേരിക്ക് ഭർത്താവിൻ്റെ ഉപദ്രവങ്ങളെ ചോദ്യം ചെയ്തു. ആ എതിർപ്പ് മേരിയും കുട്ടികളും തനിച്ചായി. 2 മക്കളെയും ചേർത്ത് പിടിച്ച് സ്വന്തം വീടിൻ്റെ മുന്നിലെത്തിയ നിമിഷം ഇന്നലെ പോലെ ഓർക്കുന്നു. തനിക്ക് നേരെ വന്ന 1000 ചോദ്യങ്ങൾ. ഒരു മറുപടിയും പറയാതെ നിന്നപ്പോൾ ആ വീട്ടിലെ അച്ഛനും അമ്മയും വീണ്ടും വീണ്ടും ചോദ്യം ആവർത്തിച്ചു. ഇനി അവിടെ ജീവിക്കാൻ വയ്യ. ആ ഉത്തരത്തിൽ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരമായിരുന്നു. വാർദ്ധക്യം ബാധിച്ച അച്ഛൻ്റെ ചുളിവ് പടർന്ന കൈകളിൽ കെട്ടിപ്പിടിച്ച് മേരി ഉറക്കെ കരഞ്ഞു. അമ്മയും അച്ഛനും താങ്ങും തണലുമായി കൂടെ നിന്നു. ജീവിതത്തിൻ്റെ ഒറ്റപ്പെടൽ, സമൂഹത്തിൻ്റെ അവഗണന നിറച്ച ചോദ്യങ്ങൾ മേരിക്കൊരു വെല്ലുവിളിയായി തീരുന്നുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ തനിച്ചാകുമ്പോൾ അവനിലെ യഥാർത്ഥ ശക്തി, കഴിവ് തിരിച്ചറിയാനുള്ള സമയമാണെന്ന് മേരിയുടെ കാര്യത്തിൽ അത് സത്യമായി. ജീവിക്കണം, 2 കുട്ടികളെ വളർത്തണം. ആകെ ഉണ്ടായിരുന്ന ഇത്തിരി പൊന്ന് പണയം വെച്ച് സ്ത്രീകൾ മാത്രം മേൽനോട്ടം വഹിക്കുന്ന ഒരു ഹോട്ടൽ തുടങ്ങി. ആദ്യം വലിയ മെച്ചമായിരുന്നില്ല. ആ വെല്ലുവിളിയെ നേരിട്ട് അമ്മയിൽ നിന്ന് കിട്ടിയ നാടൻ കറികളുടെ രുചിക്കൂട്ട്, വൃത്തിയുള്ള പാചക രീതി, അതെല്ലാം മേരിയുടെ ഹോട്ടലിനെ ജനകീയമാക്കി. സഹായത്തിനായി എത്തിയ ലക്ഷ്മി ചേച്ചിയും ലതയും പിന്നീട് അവിടുത്തെ ജോലിക്കാരായി. ജീവിതം സ്വന്തം കഴിവിനാൽ നിറമുള്ളതാക്കി തീർത്തിട്ട് ഇന്ന് 10 വർഷങ്ങൾ കഴിഞ്ഞു. മേരിമാത ഹോട്ടൽ ഇന്ന് തിരക്കേറിയ ഹോട്ടലാണ്. തൊഴിലാളിയും മുതലാളിയുമായി മേരി ചുമതലകൾ വഹിക്കുന്നു. മൂത്ത മകൾ ഡിഗ്രി പഠനത്തിന് ശേഷം ചെറിയ ജോലി കിട്ടി. ഇളയ മകൻ 12ാം തരത്തിൽ പഠിക്കുന്നു. ജീവിതത്തിൽ പൊരുതി നേടിയ വിജയങ്ങൾ മേരിയുടെ കണ്ണുകൾ ഈറനണിയിക്കുന്നു. പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ നേരിടാൻ കഴിയാതെ ജീവിതം അവസാനിപ്പിക്കുന്നവർ സമൂഹത്തിൽ ഒരുപാടുണ്ട്. ജീവിതം പഠിപ്പിക്കുന്ന പാഠം ഇതാണ്. ജീവിതത്തിലെ പ്രശ്നങ്ങൾ നമ്മെ ചിന്തിപ്പിക്കുന്നു. ചിന്തകളിൽ നിന്നും വിജയത്തിലേക്കുള്ള പാതയും ഉണ്ട്. ആ പാതയിലൂടെ പോകുക. അവിടെ വിജയത്തിൻ്റെ വെളിച്ചമുണ്ടാകും. സൗമ്യ സുമേഷ് ആലപിച്ച ലളിതഗാനം കവിത, സൗമ്യ സുമേഷ് എഴുതി അവതരിപ്പിച്ച ചെറുകഥ, ജയശ്രീ മാമലക്കണ്ടം എഴുതിയ കഥ, കവിത എന്നിവയാണ് അങ്കണത്തിൽ പ്രിയ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇന്നത്തെ അങ്കണം സമാപിക്കുന്നു. അങ്കണം അടുത്തയാഴ്ച വീണ്ടും കേൾക്കാം. ഏവർക്കും ശുഭരാത്രി. അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി സമാപിക്കുന്നു.